ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആദ്യഘട്ട പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 13-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും കൂടെ ചേർത്ത് എക്സ്പ്ലനേഷനും കൂടെ ചേർത്ത് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ മലയാളത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ മാത്സും GKയും എല്ലാം ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ വീഡിയോ കണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ചേർത്ത് പഠിച്ചോളുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻ ഓർഡർ ടു ട്രാവൽ യു നീഡ് എ പാസ്പോർട്ട് ഡാഷ് യു മൈറ്റ് നീഡ് എ വിസ, ഇമ്മ്യൂണൈസേഷൻ ജാബ്സ് ആൻഡ് ഫുൾഫിൽ ക്വാറന്റൈൻ കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഉത്തരം ഇൻ അഡീഷൻ ആണ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? ഇൻ ഓർഡർ ടു ട്രാവൽ, നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാസ്പോർട്ട് വേണം. കൂടാതെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ, വരുന്ന വാക്കാണ് അവിടെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം വേണം, അതിൻ്റെ കൂടെ, അത് കൂടാതെ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് കണക്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി, ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ വേറൊരു ഐറ്റവും കൂടെ കണക്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഇൻ അഡീഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് തന്നിട്ടുള്ള എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഇൻ കേസ് തന്നിട്ടുണ്ട്, ഇൻ ഷോർട്ട് തന്നിട്ടുണ്ട്, ഇൻ സ്പൈറ്റ് ഓഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് കൂടെ നമുക്ക് നോക്കാം. ഇൻ അഡീഷൻ്റെ മീനിങ് പറഞ്ഞു, ഇത് കൂടാതെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻ അഡീഷൻ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സാഹചര്യത്തിൽ, അതായത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇൻ കേസ്, ഈ സാഹചര്യത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇൻ ഷോർട്ട്. ഇൻ ഷോർട്ട് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ എന്നുള്ള അർത്ഥം വരുന്നതാണ് ഇൻ ഷോർട്ട്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതിന് ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയില്ലേ ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ പറഞ്ഞാൽ, അങ്ങനെ പറയില്ലേ, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻ ഷോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇൻസ്പൈറ്റ് ഓഫ്, എന്നിരുന്നാലും എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കുക. ഐ ഹാവ് സീൻ ഹെർ ഡാഷ് ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് വെരി ഓഫൺ. ഓക്കെ, അപ്പോൾ ഐ ഹാവ് സീൻ ഹെർ ഡാഷ് ടൈംസ് ദിസ് ഇയർ, പല തവണ. ഓക്കെ, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അവളെ ഒരുപാട് തവണ, ഈ വർഷത്തിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അല്ലെങ്കിൽ പല തവണ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ വരുന്ന ഏതാണ്? എ ലിറ്റിൽ, എ ഫ്യൂ, മച്ച്. ഇത് ഏതും അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. മെനി ടൈംസ് ആണ് വരിക. ഓക്കെ, മെനി ടൈംസ് ദിസ് ഇയർ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, വെൻ ഐ ഗോ ടു ദി ഹോസ്പിറ്റൽ ഷീ ഡാഷ് ഇൻ ദി വെയിറ്റിംഗ് റൂം. അവിടെ സിറ്റ് തന്നിട്ടുണ്ട്, എന്താണ് കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്. ഓപ്ഷൻ എ സാറ്റ്, ഓപ്ഷൻ ബി ഈസ് സിറ്റിംഗ്, ഓപ്ഷൻ സി വാസ് സിറ്റിംഗ്, ഓപ്ഷൻ ഡി വിൽ സിറ്റ്. അപ്പോൾ വെൻ ഐ ഗോട്ട് ടു ദി അല്ലെ, ഗോട്ടാണ്. ഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണം? ഇവിടെയും പാസ്റ്റ് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണോ നോക്കൂ. സാറ്റ്, ഈ സിറ്റിംഗ്, വാസ് സിറ്റിംഗ്, വിൽ സിറ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് വാസ് സിറ്റിംഗ് ആണ് അല്ലേ, പാസ്റ്റിൽ വരുന്നത്. സാറ്റ് വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ഷീ ആണ് അല്ലേ. അപ്പോൾ ഷീ വാസ് സിറ്റിംഗ്. ഓക്കെ, ഷീ വാസ് സിറ്റിംഗ് ഇൻ ദി വെയിറ്റിംഗ് റൂം എന്നുള്ളതാണ് വരേണ്ടത്. അടുത്ത ചോദ്യം, ഐ വിൽ വെയിറ്റ് അണ്ടിൽ ഐ ഡാഷ് ഹിം. അവിടെ സി ആണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. ചൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ സി, ഓപ്ഷൻ ബി വിൽ സി, ഓപ്ഷൻ സി ഹാസ് സീൻ, ഓപ്ഷൻ ഡി സോ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഉത്തരം സി ആണ് വരിക. അതായത് ഐ വിൽ വെയിറ്റ് അണ്ടിൽ ഐ ഡാഷ് സീ ഹിം. ഐ വിൽ വെയിറ്റ് അണ്ടിൽ ഐ സീ ഹിം എന്ന് മതി. അതായത് ഇവിടെ വിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, ഐ വിൽ വെയിറ്റ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ട? ഫ്യൂച്ചർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഏത് ഉപയോഗിക്കാം? നമുക്ക് സി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. മൈ മം സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ. വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു സീ കോസ്റ്റ്. I am really looking forward to it. Rearrange the jumbled sentence in a logical manner എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ആദ്യം വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് എന്താണ്? വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു സീ കോസ്റ്റ്. അതാണ് ആദ്യം വരുന്നത്. ദെൻ രണ്ടാമത് വരുന്നത് ഏതാണ്? ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതുപോലെ മൂന്നാമതായി വരുന്നത് മൈ മം സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ. Then
ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതും വരാം. ഇല്ലെങ്കിൽ 3, 2, 1, 4. ഓക്കെ, രണ്ടെണ്ണമാണ് നമുക്ക് ഡൗട്ടാണ്. ചില ഓപ്ഷൻസ് നമുക്ക് കാണുമ്പോൾ അതൊരു ഡൗട്ട് വരുന്ന കേസാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ്. കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ എ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിലും കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. കാരണം വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു സീ കോസ്റ്റ്. മൈ മം സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ. ദെൻ ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ അതും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക കേട്ടോ ഏതാണെന്നുള്ളത്. അടുത്ത ചോദ്യം, ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദി ഡാഷ്. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദി ഡാഷ്. അപ്പോൾ ഐ ട്രൈഡ് ടു ത്രെഡ് ദി കോട്ടൺ ത്രൂ ദി ഡാഷ് ഓഫ് ദി നീഡിൽ. രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദ ബോൾ ഹിറ്റ് മീ സ്ട്രൈറ്റ് ഇൻ ദി ഹെഡ് ആവാം, ഐ ആവാം, ഫേസ് ആവാം, നെയിൽ ആവാം. അവിടെ ഇന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഐ, കണ്ണിനുള്ളിൽ, ഇന്തി എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഐ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഹെഡോ ഫേസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഓൺ ആണ് അവിടെ വരുന്നത് അല്ലേ. ഓൺ ദി ഹെഡ്, ഓൺ ദി ഫേസ് എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ ഐ ആണ്, ഇന്ത എന്നുള്ളത് കൊണ്ട് ഐ ആണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതിലും കൂടെ ഐ വരുമോ എന്നുള്ളത് നോക്കാം. ഐ ട്രൈഡ് ടു ത്രെഡ് ദി കോട്ടൺ ത്രൂ ദി ഐ ഓഫ് ദി നീഡിലാണ് വരിക അല്ലേ. അപ്പോൾ രണ്ടിടത്തും കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഐ ആണ് വരുന്നത്. അടുത്തത്, ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പ്രൊവേർബ്? അപ്പോൾ എന്താണ് ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ? ചെറിയ വിത്തിൽ നിന്നാണ് വലിയ ഓക്ക് മരങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് ചെറുതിൽ നിന്നാണ് അല്ലേ. വലിയ വലിയ കാര്യങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്നത് ഏതാണ്? ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ്. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഹി ഈസ് എ ഡാഷ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. കംപ്ലീറ്റ് ദി ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ചിപ്പാണ് വരിക. ഹി ഈസ് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്നാണ്. അതിൻ്റെ അർത്ഥം പീപ്പിൾ ഹൂ ക്ലോസ്ലി റിസംബിൾ ദെയർ പാരൻസ് ഇൻ സം വേ. അതായത് അവരവരുടെ അച്ഛനും അമ്മേനെയും ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവരെ പറയാൻ വേണ്ടിയിട്ടാണ് ഹി ഈസ് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പ്രൊവേർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിപ്പാണ് ഇവിടെ ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം, ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock ആൻഡ് ദെൻ വെൻറ്റ് ഹോം. ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock ആൻഡ് ദെൻ വെൻറ്റ് ഹോം. ചൂസ് ദി റൈറ്റ് പ്രിപ്പോസിഷൻ. അപ്പോൾ ഇവിടെ ഏതാണ് പ്രിപ്പോസിഷൻ വരുന്നത്? അൺടിൽ ആണ്. അതായത് ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock, അൺടിൽ 9 o'clock, 9 മണി വരെ കാത്തിരുന്നു എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി എന്നാണ് അല്ലേ. അപ്പോൾ വരെ എന്നുള്ള അർത്ഥം വരുന്നത് ഏതാണ്? അൺടിൽ തന്നെയാണ്. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ഡാഷ് ദി കോഴ്സ്. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ഡാഷ് ദി കോഴ്സ്. പാസ് എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ചൂസ് ദി റൈറ്റ് ഓപ്ഷൻ. എന്താണ് വരിക? യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ടു പാസ് ദി കോഴ്സ് ആണ് വരിക കേട്ടോ. ടു പാസ് ദി കോഴ്സ് അല്ലേ. കോഴ്സ് പാസ്സാവണമെങ്കിൽ നമ്മൾ എന്താണ് എക്സാം എഴുതണം എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ ടു പാസ് ദി കോഴ്സ് ആണ് വരിക. അടുത്ത ചോദ്യം, മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ ഡാഷ് ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദി ബാഡ്മിൻ്റൺ കോർട്ട്. എന്താണ് അവൾ, അതായത് ബാഡ്മിൻ്റൺ കോർട്ടിൽ അഗ്രസീവ് പ്ലെയർ ആണെങ്കിലും എൻ്റെ മോൾ അല്ലേ ഷൈ ആണ് എന്ന് പറയാം. അപ്പോൾ അവിടെ എങ്കിലും എന്നുള്ള വേർഡാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ എങ്കിലും എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ വരിക? ഹവെവർ ആണ് ഉപയോഗിക്കുക കേട്ടോ. ഹവെവർ, എങ്കിലും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹവെവർ ആണ് യൂസ് ചെയ്യുക. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? കൊളോക്കിയൽ എന്നുള്ളതാണ്. കൊളോക്കിയലിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് COLLOQUIAL ആണ് കേട്ടോ. കൊളോക്കിയൽ എന്ന് പറയുന്നത് COLLOQUIAL. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ചൂസ് ദി റൈറ്റ് ഡിറ്റർമിനർ. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ദി വാർ ആണ് അല്ലേ. ദി ആണ് വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ദ വാർ? അപ്പോൾ വാർ അവിടെ യുദ്ധത്തിനെ എടുത്ത് പറയാണ്, സ്പെസിഫൈ ചെയ്ത് പറയാണ്. അപ്പോൾ അവിടെ സ്പെസിഫിക് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. ദ വാർ നെവർ സോൾവ്സ് എനിത്തിങ്. അടുത്ത ചോദ്യം, ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദി സ്റ്റേഷൻ അറ്റ് ഡാഷ് 6:15 PM.
The train will arrive at the station at dash 6:15 p.m. Choose the right adverb. അപ്പോൾ ഇവിടെ 6:15 p.m. എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് എക്സാക്റ്റ് ടൈം അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് സമയം പറയുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണ്? എക്സാക്ട്ലി ആണ് കേട്ടോ. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് എക്സാക്ട്ലി 6:15 p.m. ഓക്കെ, സമയം എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണ്? എക്സാക്ട്ലി ആണ്. അടുത്ത ചോദ്യം, റോസ പാർക്സ് വാസ് ത്രോൺ ഓഫ് ദി മോൺഗോമറി ബസ് ഫോർ റെഫ്യൂസിംഗ് ടു ഗിവ് അപ്പ് ഹെർ സീറ്റ് ടു എ വൈറ്റ് പാസഞ്ചർ. വിച്ച് ഡെഫിനിഷൻ ഫിറ്റ്സ് ദ ഫ്രേസ് ത്രോൺ ഓഫ് ഇൻ ദി എബവ് സെൻറ്റൻസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി? ഈ ചോദ്യം എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെൻറ്റൻസ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ത്രോൺ ഓഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് വരുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ടു മേക്ക് സംതിങ് മൂവ് ത്രൂ ദി എയർ. ഓപ്ഷൻ ബി, ടു പുഷ് സംതിങ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്. ഓപ്ഷൻ സി, ടു ക്യാച്ച് ഹോൾഡ് ഓഫ് സംവൺ. ഓപ്ഷൻ ഡി, ടു മേക്ക് സംവൺ ഫാൾ ഡൗൺ സഡൻലി. അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്? ടു മേക്ക് സംവൺ ഫാൾ ഡൗൺ സഡൻലി ആണ്. ഓക്കെ, റോസ പാർക്സ് വാസ് ത്രോൺ ഓഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വരുന്നത്? ടു മേക്ക് സംവൺ ഫാൾ ഡൗൺ സഡൻലി എന്നുള്ളതാണ് വരുന്നത്. അടുത്ത ചോദ്യം, ദേ കാൺട്ട് ഡിസൈഡ് ഡാഷ് ടു ട്രാവൽ നോർത്ത് ഡാഷ് സൗത്ത്. യൂസ് ദി റൈറ്റ് കണക്റ്റീവ്. അപ്പോൾ ഇവിടെ എന്താണ്? കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ് അല്ലേ വരുന്നത്. ബോത്ത് ആൻഡ്, എയ്തർ ഓർ, വെദർ ഓർ, നെയ്തർ നോർ. അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്? ദേ കാൺട്ട് ഡിസൈഡ്, എവിടേക്കാണെന്ന് അല്ലേ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വെദർ അല്ലേ, വെദർ ഓർ ആണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. വെദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത് അല്ലേ, നോർത്തിലോട്ടാണോ സൗത്തിലോട്ടാണോ എന്നുള്ള തീരുമാനം പറ്റുന്നില്ല അല്ലേ, ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വെദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, റൈറ്റ് ദി സിനോണിം ഓഫ് അക്കിൻ. അക്കിൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് സിമിലർ എന്നുള്ളതാണ് കേട്ടോ. സിമിലർ എന്ന് പറയുന്ന മീനിങ് ആണ് അക്കിൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, ഐ ഡോണ്ട് നോ ഇഫ് ഹി ഈസ് കമ്മിങ്. ഹിയർ ഈഫ് ഈസ് യൂസ്ഡ് ടു. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഈഫ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും സംശയം വരുമ്പോഴാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് കമ്മിങ്, എനിക്ക് അവൻ വരുമോ എന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഡൗട്ടാണ്, ഒരു സംശയമാണ് പറയുന്നത്. അപ്പോൾ ടു എക്സ്പ്രസ് എ ഡൗട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക, ദ ഹൗസ് ഈസ് സോ ഡേർട്ടി, ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി മോഡൽ ഓക്സിലറി? അപ്പോൾ ഇവിടെ മസ്റ്റ് അല്ലേ, ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. ദ ഹൗസ് ഈസ് സോ ഡേർട്ടി അല്ലേ, വീട് വൃത്തികേടായിട്ട് കിടക്കുവാണ്. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്, എനിക്കത് ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അത് അവർ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് അല്ലേ. അപ്പോൾ ബാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ ആണ് കേട്ടോ. ടു ഗീവ് പെർമിഷൻ അല്ല, ടു ഗീവ് അഡ്വൈസ് അല്ല, ടു ഡിനോട്ട് എബിലിറ്റി അല്ല. എന്താണ് അത്? അവർ ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്. അപ്പോൾ മസ്റ്റ് എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? മസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക, ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. He dashed a large bill at the shopping center yesterday. Choose the correct phrasal verb. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? റാൻ ഓഫ് ഉണ്ട്, റാൻ ഔട്ട് ഓഫ് ഉണ്ട്, റാൻ അപ്പ് ഉണ്ട്, റാൻ ഓൺ ഉണ്ട്. ഇവിടെ ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ, അപ്പോൾ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ പാസ്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ റൺ ഓഫ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ബാക്കിയുള്ളത് നോക്കി നോക്കുക. റാൻ ഔട്ട് ഓഫ്, റാൻ അപ്പ്, റാൻ ഓൺ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ടു മേക്ക് സംതിങ് വെരി ക്വിക്ക്ലി എന്ന് പറയുന്ന മീനിങ് വരുന്നതാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഹി റാൻ അപ്പ് എ ലാർജ് ബിൽ അറ്റ് ദ ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. അപ്പോൾ അവിടെ എന്താണ്? റാൻ അപ്പ് ആണ് വരിക. ഓക്കെ, റാൻ അപ്പ്. ഹി റാൻ അപ്പ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ചോദ്യങ്ങളും
ഉത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറ്റുന്നതിൻ്റെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 13-ാം തീയതി പരീക്ഷ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ പ്രസ്താവനകളുടെ രീതിയിലുള്ള ഈ ചോദ്യപേപ്പർ ആദ്യം വർക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ച് വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ SCERT പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിക്കാനായിട്ട് ശ്രമിക്കുക. സമഗ്രയുടെ ക്വസ്റ്റ്യൻ പൂൾ വായിച്ചു നോക്കുക, SCERT പാഠഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇത് PSC ബുള്ളറ്റിനിൽ നിന്നും ഇംഗ്ലീഷിൽ കുറേ ചോദ്യങ്ങൾ PSC ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ PSC ബുള്ളറ്റിനും കൂടെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സമയം കിട്ടുവാണെങ്കിൽ അതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക. പിന്നെ അടുത്ത എക്സാമിന് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആകുമ്പോൾ നമുക്ക് കട്ട് ഓഫ് കുറയും എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ എക്സാം എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.